ഉത്തരമലബാറിൻ്റെ മനോമയ ദൃശ്യങ്ങളിൽ ഏഴിമലയും മാടായിപ്പാറയുമുണ്ട്. വെണ്ണുര പുഞ്ചിരിയുമായി ഏഴിമലയുടെ തീരമണയുന്ന ആഴിവീജുകൾ അത്ഭുതമൂർന്ന 1000 കഥകൾ മൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സമരത്തിൻ്റെയും സഹനത്തിൻ്റെയും കഥകൾ, വാഴ്ചയുടെയും വീഴ്ചയുടെയും കഥകൾ, മരക്കലമേറി മലനാടണഞ്ഞ ദേവതമാരുടെയും പരിവാരങ്ങളുടെയും കഥകൾ. സുഗന്ധദ്രവ്യങ്ങളുടെ കലവറയായിരുന്ന ഈ ശൈലതീരത്തേക്ക് അലയാഴിയെ കീറിമുറിച്ച് യാനപാത്രങ്ങളിലെത്തിയ വൈദേശികർ പല പേരുകൾ ചൊല്ലി വിളിച്ചത് ചരിത്രപാഠം. ആശ്രയിപ്പോർക്ക് അഭയം നൽകിയും അകലം താണ്ടുന്നവർക്ക് നേർവഴി കാട്ടിയും ഏഴിമല അചഞ്ചലയായി നിലകൊണ്ടു. ഏഴിമലയുടെ താഴ്വാരത്തിലാണ് വെങ്ങര. ഇവയ്ക്കിടയിൽ പഴയ ഏഴിമലപ്പുഴ ശാന്തമായൊഴുകുന്നു. വെണ്ണിറമാർന്ന പ്രദേശം എന്നാണ് ഈ വാക്കിനർത്ഥം. വെങ്ങരയുടെ പടിഞ്ഞാറു ഭാഗം മൂലക്കൈ എന്നറിയപ്പെടുന്നു. രാമപുരത്തപ്പൻ്റെയും അണിയക്കര പൂമാല ഭഗവതിയുടെയും തിരുമുമ്പിലൂടെ ഒഴുകിയെത്തുന്ന രാമപുരം പുഴ ചെമ്പല്ലിക്കുണ്ട് പുഴയായി മൂലക്കൈയുടെ വടക്കേ അതിര് അലങ്കരിക്കുന്നു. തെക്കുഭാഗം ചരിത്രപ്രസിദ്ധമായ സുൽത്താൻ തോട്, കിഴക്ക് തിരുവർക്കാട്ട് ഭഗവതിയുടെ നിറസാന്നിധ്യവുമായി മാടായിപ്പാറ. പ്രകൃതി സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ച മൂലക്കൈയിലാണ് പുരാണപ്രസിദ്ധമായ കുട്ടിക്കര ഭഗവതി ക്ഷേത്രം. വെള്ളാരം മണൽപ്പരപ്പിലെ പച്ചപുതച്ച ഒരു മരതക തുരുത്തായിരുന്നു ഒരു കാലത്ത് കുട്ടിക്കര ഭഗവതി ക്ഷേത്രം. നാഗദൈവങ്ങളും നാട്ടുപരദേവതകളും വനദേവതകളും ഇവിടെ കുടിയിരുന്നു. ഇരുളിൻ്റെ കനത്ത മൂടുപടമണിഞ്ഞു നിന്ന കുട്ടിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ വനസ്ഥായിയിൽ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും നാഗവള്ളികൾ പോലെ ചുറ്റിപ്പിണഞ്ഞു കിടന്നിരുന്നു. ക്ഷേത്രത്തിൽ ഉറങ്ങുന്ന പരദേവതകൾക്ക് അന്തിരിവട്ടം നൽകുവാൻ ചുമതലപ്പെട്ടവർ ഏഴിമലയുടെ കിഴക്കൻ താഴ്വാരത്തിലെ കുന്നരുവിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നുവത്രേ. ഒരു നാൾ കന്യകയായ ഒരു ബ്രാഹ്മണകുമാരി ഏഴിമലപ്പുഴയും താണ്ടി അന്തിരി കൊളുത്തുവാൻ മൂവന്തി നേരത്ത് ക്ഷേത്രത്തിലെത്തി. പെട്ടെന്നാണ് അന്തരീക്ഷം കരാളരൂപം പൂണ്ടത്. കാറ്റും പേമാരിയും കോരിച്ചൊരിഞ്ഞു. വെള്ളിടിനാദം ദിഗന്ധങ്ങളെ നടുക്കി. പരിഭ്രാന്തരായി കുട്ടിയെ അന്വേഷിക്കാനിറങ്ങിയ കുടുംബക്കാരോട് ആരോ മൊഴിഞ്ഞു, കുട്ടി അക്കരയാണ്. കാറ്റും കോളുമടങ്ങിയപ്പോൾ കത്തിച്ചുയർത്തിയ പന്തങ്ങളുമായി കാവലണഞ്ഞവർ കുട്ടിയെ തിരക്കിയിറങ്ങി. പക്ഷേ എവിടെയും കണ്ടില്ല. ക്ഷേത്രത്തിലെ മരങ്ങൾ കണ്ണീര് പൊഴിച്ചിരുന്നുവോ? പ്രാശ്നികന്മാർ ദേവചിന്തയ്ക്കായി കവിടി നിരത്തി. രാശിക്കളത്തിൽ ദൈവനിയോഗം തെളിഞ്ഞു വന്നു. കുട്ടി മണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. ഇനി ദേവചൈതന്യമായി ഈ ക്ഷേത്രത്തിൻ്റെ കാവലാളായി അവളുണ്ടാകും. ക്ഷേത്രത്തിന് കുട്ടിയക്കര എന്ന് പേര് വീഴാൻ അങ്ങനെയും ഒരു കഥ. കുട്ടിക്കരയ്ക്ക് ഏറ്റുചൊല്ലുവാൻ ഐതിഹ്യ പെരുമകൾ ധാരാളം. ആര്യനാട്ടിൽ നിന്നും കിനാക്കാഴ്ചയുടെ പ്രേരണയുമായി കോലത്തുനാട്ടിലേക്ക് മരക്കലമേറി എഴുന്നള്ളിയ ദേവതമാരിൽ മുൻസ്ഥാനം അന്നപൂർണേശ്വരിക്കാണ് കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. പ്രളയം വിതച്ച മലനാട്ടിൽ പട്ടിണി നടമാടിയപ്പോൾ കോലത്തരജൻ മനം നൊന്ത് കാശീപുരാധീശ്വരിയെ പ്രാർത്ഥിച്ചു. തപം നിറഞ്ഞ മനസ്സിൻ്റെ പ്രാർത്ഥന കയ്യേറ്റ അമ്മ മഹാദേവിയും 6 തമ്മമാരും മരക്കലമേറി മലനാട്ടിലേക്ക് പുറപ്പെട്ടു. ആണ്ടാർ പെരുവിത്തും ചെന്നല്ലുവിത്തുമടക്കം വിത്തുകളേറെ കൂടെ കൊണ്ടുപോന്നു. 1000 കുറ്റിവെടിക്കാരും 1001 അമരക്കാരും കൊങ്ങിണിമക്കളും യോഗി കുഞ്ഞുങ്ങളും
മരക്കലത്തിൽ ഇടം പിടിച്ചു. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ആര്യക്കപ്പൽ 1000 കാതം സഞ്ചരിച്ച് ആഴിതീരം തങ്ങി. ഈ സ്ഥലം പിന്നീട് 1000 തെങ്ങായി അറിയപ്പെട്ടു. അമ്മയുടെ തിരുപ്പുറപ്പാടറിഞ്ഞവർ ചെത്തിക്കൊത്തി പന്തൽ വീതു. പന്തൽ പട്ടുവിധാനം കൊണ്ട് അലങ്കരിക്കപ്പെട്ടു. അമ്മയ്ക്കിരിക്കാനായി വെള്ളി ശ്രീപീഠം ഒരുക്കി വച്ചു. ദീപങ്ങളിൽ അഗ്നിനാളങ്ങൾ നിറക്കാഴ്ചയായി. പൊൻകോരികയും പൊൻചട്ടുകവുമായി എഴുന്നള്ളിയ അന്നദായിനിയെ മരതക നിറമാർന്ന കൊടിയിലയിൽ വെറ്റിലടക്കയും പറയിലരിയും നെല്ലും വെച്ച് എതിരേറ്റ് കൊണ്ടുവന്ന് വെള്ളി ശ്രീപീഠത്തിലിരുത്തി അരിയും പൂവുമെറിഞ്ഞാദരിച്ചു. പാതാരവിന്ദങ്ങളിൽ അർച്ചനപ്പൂക്കൾ കുമിഞ്ഞുകൂടി. നേരമേറെ ചെന്നിട്ടും അർച്ചനപ്പൂക്കൾ വാരിക്കളയാൻ നാട്ടുകൂട്ടം മറന്നപ്പോൾ നാട്ടുകൂട്ടത്തിന് നേരെ നോക്കി പൂവാരിക്കളയാൻ തിരുമുഖത്തുനിന്നും അരുളപ്പാടുണ്ടായി. തലമുതിർന്ന ഒരു കാരണവർ മുന്നോട്ടു വന്ന് ദേവിയുടെ കൽപ്പന ശിരസാ വഹിച്ച് സംപ്രീതനായി. ആ കാരണവരുടെ പിന്മുറക്കാരാണ് മൂവാരികളായി ദേവിയുടെ അരുമപ്പെട്ട ദാസന്മാരായി. മഹാദേവിയുടെ തിരുസന്നിധിയിലെത്തി കോലത്തരജൻ മുഖം കാണിച്ചു. ദാഹം തീർക്കാൻ ദേവിക്ക് ഇളനീർ നൽകി. എനിക്കിരുന്നിരളാൻ സ്ഥലം വേണമെന്ന് മൊഴിഞ്ഞപ്പോൾ കടൽ പോലെ കിടക്കുന്ന കരയിലേക്ക് ചൂണ്ടി കാമിപ്പതെല്ലാം എടുത്തുകൊള്ളാൻ തമ്പുരാൻ മൊഴിഞ്ഞു. അനുഭവിച്ച ഇളനീർ വലിച്ചെറിഞ്ഞപ്പോൾ തൊണ്ടുരുണ്ടു നിന്ന മുക്കാദം വട്ടം സ്ഥലം ദേവിക്കധീനപ്പെട്ടു. അതുവണ്ണം 1000 തെങ്ങിലമർന്ന ദേവി മൂവാരികളുടെ പ്രിയ ദൈവമായി 1000 തെങ്ങിൽ ഭഗവതിയായി കുലത്തിനെയും കാലത്തിനെയും പരിപാലിച്ചു പോന്നു എന്നാണ് വിശ്വാസം. മൂവാരി ഗോത്രത്തിൻ്റെ സാമൂഹിക ജീവിതത്തെ നിയന്ത്രിച്ചിരിക്കുന്നത് 4 കഴകങ്ങളായിരുന്നു. ദേവി അന്നപൂർണേശ്വരി എഴുന്നള്ളിയ ചെറുകുന്ന് 1000 തെങ്ങ്, കുട്ടിക്കര, പങ്ങടം നീലങ്കൈ, വെങ്ങര കിഴക്കറ എന്നിങ്ങനെ കഴകങ്ങൾ അറിയപ്പെട്ടു. കുട്ടിക്കരയിലെ സ്ഥാനവും അവകാശവും പ്രധാനമായും 4 തറവാടുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കോലിയാടൻ, പടിഞ്ഞാറൻ, കിഴക്കേ വീട്, കോട്ടക്കണ്ടി. കുട്ടിക്കരയുടെ തിരുമുറ്റത്ത് ദേവനർത്തനത്തിന് ദീപം കൊളുത്തുന്ന പുണ്യമുഹൂർത്തം സമാഗതമായിരിക്കുന്നു. പള്ളിയറകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവചൈതന്യം കോലധാരിയിലേക്ക് ആവാഹിക്കപ്പെട്ട് തിരുനടയണയുന്ന ഭക്തരുടെ ജീവിതത്തിലും കിനാവിലും കുളിര് പകരുന്ന അപൂർവ നിമിഷങ്ങൾക്ക് ഈ തിരുവരങ്ങ് ഇനി സാക്ഷ്യം വഹിക്കും. പള്ളിവാൾ കിലുക്കങ്ങളും കാൽച്ചിലമ്പോശകളും വരവിളിയും വായ്ത്താരിയും കുട്ടിക്കരയെ മായികവും ഭ്രമാത്മകവുമായ ഭാവതലത്തിലേക്കുയർത്തും. വെടിപടഹധ്വനികളും വാദ്യഘോഷങ്ങളും ആകാശത്തിൻ്റെ അതിരുകളോളം ഉയർന്നു പൊങ്ങും. വെള്ളി ശ്രീപീഠവും പള്ളിവാളുകളും ദേവചൈതന്യം കൊണ്ട് പ്രശോഭിതമാകുന്ന ദിനരാത്രങ്ങൾ, ഭക്തിയുടെയും മുക്തിയുടെയും അഭൗമ നിമിഷങ്ങൾ, കാലത്തിൻ്റെ ഓർമ്മത്താളുകളിൽ അലങ്കരിക്കാൻ ഒരു കളിയാട്ടക്കാലം കൂടി.